അസ്സലാമലൈക്കും. നമസ്കാരം സഹോദരങ്ങളെ. സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവട്ടെ. വിവാദങ്ങൾക്ക് വിട നൽകിക്കൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ അതെപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നമുക്ക് വേണ്ടത് വിവാദങ്ങളല്ല, വിജ്ഞാനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇന്ന് സത്യവേദ സാരങ്ങളിൽ നിന്നുള്ള 132 പേജ് എടുക്കാം. അതിലിങ്ങനെ പറയുന്നു: കാരുണ്യവാനായ നാഥൻ്റെ പരീക്ഷണങ്ങളെ ക്ഷമയോടെ നേരിടുകയും അതിൽ വിജയം വരിക്കുകയും ചെയ്യുന്നവർക്കാകുന്നു ശാശ്വതമായ പരലോക ജീവിതം ലഭിക്കുന്നത്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുമായിട്ട് ഒരുപാട് ബന്ധമുള്ള പേജാണിന്ന് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് കിട്ടാറ്. നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലോ മറ്റോ അകപ്പെട്ട് കഴിഞ്ഞാൽ ഈ പുസ്തകം എടുത്ത് ഏതെങ്കിലും ഒരു പേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനം നൽകുന്ന ചില വചനങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ലഭിച്ചത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ ഒരു സമാധാനം നൽകുന്ന ചില വചനങ്ങളാണ്. നിങ്ങളുടെ ഇഹലോക ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നാഥൻ്റെ പരീക്ഷണങ്ങളായി ഉണ്ടായേക്കാം. നാഥൻ്റെ പരിശുദ്ധരായ പ്രവാചകർക്ക് പോലും കടുത്ത പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ലോകനാഥൻ്റെ സഹായം ഇനി എപ്പോഴാണ് എന്ന് ചിന്തിച്ചു പോകുന്ന അവസ്ഥയോളം അവരും പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അനുസരണയുള്ള ക്ഷമാശീലർക്ക് നാഥൻ്റെ കാരുണ്യം തീർച്ചയായും ലഭിക്കുന്നതാണ്. ഇതെവിടുന്നാണെന്നറിയണ്ടേ? ഖുറാനിലെ 2-ാമത്തെ അധ്യായത്തിലെ 214 വചനം എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. ഇനി മറ്റൊരു വേദത്തിൽ നിന്നാണ്: സ്വന്തം കർമ്മങ്ങൾ ചെയ്യാതിരുന്നത് കൊണ്ട് ആരും കർമ്മഫലങ്ങളിൽ നിന്നും മുക്തരാകുന്നില്ല. ഓരോരുത്തർക്കും ഈ ലോകത്ത് ഓരോരോ കർമ്മങ്ങളുണ്ട്. അത് തീർച്ചയായും ചെയ്യണം. അത് ചെയ്യാതിരുന്നത് കൊണ്ട് കർമ്മഫലത്തിൽ നിന്നും ആരും മുക്തരാകുന്നില്ല. കർമ്മങ്ങൾ നിറവേറ്റാതെയുള്ള സന്യാസം കൊണ്ട് മാത്രം ആരും തന്നെ പരിപൂർണത നേടുന്നുമില്ല. ഇപ്പോൾ ഒരാൾ എനിക്കിനി ഒന്നും വേണ്ട, അറിവുകളൊക്കെ തികഞ്ഞു, ഇനി സന്യാസിയാവാമെന്ന് വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. പക്ഷേ അവനവൻ്റെ കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ നിറവേറ്റിയേ തീരൂ. അതുകൊണ്ട് കർമ്മങ്ങൾ നിറവേറ്റാതുള്ള സന്യാസത്തിന് പോലും വലിയ വിലയൊന്നും ലഭിക്കുന്നതല്ല. തത്വജ്ഞാനപരമായി ചെയ്യുന്നതും ഉറപ്പില്ലാത്ത ചില ഊഹാപോഹങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നതിലൂടെയും ആരും മഹാന്മാരാകുന്നുമില്ല. ഇപ്പോൾ നമുക്ക് കാണാം, നമ്മുടെ ഓരോരോ വീഡിയോയുടെ താഴെ നോക്കിയാൽ കാണാം, തത്വജ്ഞാനപരമായി ചെയ്യുന്നതും അത് തത്വജ്ഞാനപരമായി ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതേപോലെ ഒരു ഉറപ്പുമില്ലാത്ത ചില ഊഹാപോഹങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ കമൻറ്റിൽ മിക്കവാറും ഊഹാപോഹങ്ങളാണ്. ഒരു ഉറപ്പുമില്ലാത്ത കുറേ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നടത്തിക്കൊണ്ടിരിക്കുന്നതിലും ആരും മഹാന്മാരാകുന്നില്ല. അവരൊന്നും മഹാന്മാരാകാൻ പോകുന്നില്ല. ഈശ്വരവിശ്വാസത്തോടെ ഭക്തിപൂർവം മറ്റുള്ളവർക്കായി നിസ്വാർത്ഥ സേവനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മുക്തിയും പൂർണ്ണതയും അതിലൂടെ അനുഗ്രഹീതമായ നിത്യതയും ലഭിക്കുന്നത്. വല്ലതും മനസ്സിലായോ? അതായത് ഊഹാപോഹങ്ങൾ നടത്തിയിട്ടൊരു കാര്യമില്ല. ആരും മഹാന്മാരാകുന്നില്ല. ഈശ്വര വിശ്വാസത്തോടെ ഭക്തിപൂർവ്വം മറ്റുള്ളവർക്കായി, വെറുതെ പോയിട്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല, മറ്റുള്ളവർക്കായി നിസ്വാർത്ഥ സേവനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ മാത്രമാണ് മനുഷ്യൻ വന്നിട്ടുള്ളത്. ഈ ലോകത്തിൽ ജീവിക്കുന്നത് നിസ്വാർത്ഥമായ സേവനങ്ങൾ ചെയ്യാനാണ്. അല്ലാതെ 3 നേരം 5 നേരമൊക്കെ കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കാൻ മാത്രമല്ല. ദിക്ർ ചൊല്ലിയതുകൊണ്ട് കാര്യമൊന്നുമില്ല. പക്ഷേ ദിക്ർ ചെല്ലുന്നതും നമസ്കരിക്കുന്നതും നോമ്പ് നോക്കുന്നതും ഒക്കെ നമ്മുടെ മനസ്സ് ശുദ്ധമാവുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഹൃദയം ശുദ്ധമാവുന്നതിന് വേണ്ടിയിട്ടാണ്. ഹൃദയം ശുദ്ധമായിട്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരാൾക്ക് സേവനം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടും അത് പാഴാക്കുന്നവർക്ക് പിന്നെ എത്രമാത്രം നമസ്കരിച്ചിട്ട് എന്താ കാര്യം ഉണ്ടാവാൻ പോണത്? അതുപോലെ ഈശ്വര വിശ്വാസത്തോടെ ഭക്തിപൂർവം മറ്റുള്ളവർക്കായി നിസ്വാർത്ഥ സേവനങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മുക്തിയും പരിപൂർണതയും അതിലൂടെ അനുഗ്രഹീതമായ നിത്യതയും ലഭിക്കുന്നത്. മനസ്സിലായി? ഇത് നമുക്ക് ലഭിച്ചത് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനത്തിൽ നിന്നുമാണ്.